അള്ളാന്റെ കാവലില്ലെങ്കിൽ സിഹ്റ് ഫലിക്കുന്ന, എന്നിട്ടോ നബിക്ക് സിഹ്റ് ഫലിച്ചിട്ടുണ്ട്. ഒന്ന് കേട്ടോക്കൂ. വാസ്തവത്തിൽ സിഹ്റ് അത് ബാധിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ മനുഷ്യന് ബാധിക്കും. അതിന് കാവലിനെന്താ? വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മളോട് ഖുൽ ഹുവല്ലാഹും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതാൻ പറഞ്ഞു. ആയത്തുൽ കുർസിയും അല്ലേ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്താണുള്ളത്? പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ കെടുതികളിൽ നിന്നും. വ്യക്തമായി തന്നെ ഓരോ ദിവസവും നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക, ഖുർആൻ ഓതുക, ദിക്റുകൾ ചൊല്ലുക. ഇതൊക്കെ ചൊല്ലിയാൽ നമുക്ക് ഇതിന്ന് രക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. അള്ളാന്റെ കാവലില്ലെങ്കിൽ സിഹ്റ് ഫലിക്കും. കാവൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? മുഅവ്വദത്തൈനി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, അതുപോലെ സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇഖ്ലാസ്, ഇതൊക്കെ ഓതുക. എന്നിട്ടോ പ്രാർത്ഥിക്കുക, ദിക്റും ദുആയൊക്കെ പതിവാക്കുക, ഖുർആൻ ഓതുക. ഇതൊക്കെ ഉണ്ടായാൽ അള്ളാന്റെ കാവലിട്ടും. എന്നാൽ ഇതേ സക്കരിയ നേരത്തെ എന്താ പറഞ്ഞത്? പ്രവാചകന് സിഹ്റ് ഫലിച്ചു എന്ന്. അപ്പൊ പ്രവാചകന് അള്ളാന്റെ കാവലില്ലായിരുന്നോ? ഈ ചോദ്യത്തിന് മുമ്പിൽ മറുപടിയില്ല. എന്നിട്ട് പരിഹസിക്കുകയാണ്. എന്താ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. റസൂലുള്ള ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് വായിച്ചില്ലേ? സൂറത്തുൻ നാസ് വായിച്ചില്ലേ? സൂറത്തുൽ ഇഖ്ലാസ് വായിച്ചില്ലായിരുന്നോ? പ്രവാചകൻ ഖുർആൻ ഓതിയിട്ടില്ലേ? ദിക്റും ദുആയും ഉണ്ടായിരുന്നില്ലേ പ്രവാചകന്റെ ജീവിതത്തിൽ? ഇതൊക്കെ ഓതിയാൽ സിഹ്റ് ഫലിക്കുകയില്ല എന്ന് പ്രസംഗിക്കുന്ന ഇവർ, സക്കരിയാക്കൾ, അതിൽ ശംസുദ്ദീൻ ആണെങ്കിലും ഹാരിസ് ആണെങ്കിലും അബ്ദുറഹ്മാൻ സൽഫി ആണെങ്കിലും, ഇവരൊക്കെ പറയുന്നത് എന്താ? നബിക്ക് സിഹ്റ് ഫലിച്ചു. അപ്പൊ നബിക്ക് ഈ കാവലുകൾ ലഭിച്ചില്ലേ? ഇവരെങ്ങോട്ടാ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന ഇവർ. പ്രവാചകന്മാരെ നിന്ദിച്ചാൽ കുഫറാണ് എന്നാണ് മുസ്ലിം ലോകം ഏകാഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കുഫറാണത് എന്ന്. ആ തരത്തിലേക്ക് ഇവർ അധപ്പതിക്കുന്നു സുഹൃത്തുക്കളെ. ഇനിയോ ഇത്തരത്തിലുള്ള വാദങ്ങൾ, ആദർശത്തിന് നിരക്കാത്ത വാദങ്ങൾ ഉന്നയിച്ചിട്ട് റൌഫ് മൗലവിനെ ഇടക്കിടക്ക് ഇതിലേക്ക് കൊണ്ടുവരും. റൌഫ് മൗലവി പറഞ്ഞിട്ടുണ്ട്, അത് ഖത്തറിലങ്ങളുടെ വക്താവാണല്ലോ. എന്നാ റൌഫ് മൗലവി എന്താ പറഞ്ഞോന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. പാഠങ്ങളും വിശ്വാസങ്ങളും ശരിക്കും മനസ്സിലുറച്ച മനുഷ്യർ ഈ ദുനിയാവിൽ അവർ പേടില്ലാത്തവരാ. അവർക്കൊരു കല്ലും പേടില്ല, ഒരു ഈ ജാതി ഇസ്മിന്റെ പണിക്കാരും പേടില്ല, ഒന്നിനെയും പേടിയില്ലാതെ അവർ ജീവിച്ച് മുന്നോട്ട് പോകും. അതായെങ്കിൽ ഓരോ രോഗത്തിനും ചികിത്സയുണ്ട്. പല തദാവുൽ ഹറാം, നിഷിദ്ധമായ ചികിത്സാ മാർഗങ്ങൾ തേടരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം. എല്ലാ രോഗവും അള്ളാഹു ഇറക്കിയാണ്, എല്ലാത്തിനും മരുന്ന് ഇറക്കിയാണ്. അതുകൊണ്ട് ഹറാമായ മാർഗങ്ങൾ തേടി പോകരുതെന്ന. അങ്ങനെ ചികിത്സിക്കുക, സുഖാവും, ശ്രമിച്ചു നോക്കുക, ഇടകളൊക്കെ മാറും. അല്ലാതെ സിഹ്റുല്ല, സാഹറന്മാരും അങ്ങനെ ഒരു കൂട്ടം കുട്ടി ദൈവങ്ങളെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പടച്ചവൻ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല എന്ന് സമാധാനിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയി നോക്കൂ. നമ്മളെ ആർക്കും പിടിച്ചു വെക്കാൻ കഴിയില്ല. ഈ ഒരർത്ഥത്തിൽ തന്റെ ഇടം കാണിക്കുക, അതിന് നമുക്ക് ശക്തിയേകുക ഖുർആന്റെ വചനങ്ങളും പിന്നെ ഹദീസ് ഈ തൗഹീദിന്റെ പാഠങ്ങളുമാണ്. അതാണ് സൂറത്തുൽ ബഖറയിൽ ഈ ആയത്തിന്റെ ഒട്ട മേലെ ഖുർആൻ പറഞ്ഞത്. തൗറാത്തിന്റെ പഠനം ഒഴിവാക്കിയപ്പോൾ ആളുകൾ ഇവിടെ എത്തിയതെന്നാ. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടുകയും തൗഹീദുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ ഭാഗത്ത് ഉറപ്പുണ്ടാവുക എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇനി ഈ ജാതി ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടാന്ന് കാണിച്ചു തരാം, നമുക്കൊരു ഇന്റർവ്യൂ നടത്താനാ. ഒന്നുമല്ല. അവർ സ്വീകരണം ചെയ്തോട്ട് സന്നദ്ധരാണ്. ഒരുപാട് മനുഷ്യന്മാരെ 10 or 100 ആളുകൾ ഹാജരാക്കി കൊടുക്കാം. പക്ഷെ അവർ പറയുന്ന കണിശമായ ഒരു സീറിന്റെ ഒരു വിധേയത്വത്തിന് വിധേയരായിട്ട് നമ്മളെ അവർ സീർ ചെയ്ത് കാണിച്ചു തരട്ടെ, ഞങ്ങളങ്ങനെ ചെയ്തിരിക്കുന്നു. അതിന് സന്നദ്ധരല്ലാത്തോളം കാലം ആ പറയുന്ന വാക്കുകളും കള്ളമാണ്, നമ്മളെ ചതിക്കുകയാണ്, പറ്റിക്കുകയാണ്. ഒരു മുസ്ലിം അങ്ങനെ ചതിപ്പെടേണ്ടവരല്ലോ എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. റമദാനിലൂടെ നമുക്ക് നൽകിയ പാഠം, തൗഹീദിലൂടെയും ഈ ആരാധനാകർമ്മങ്ങളിലും അള്ളാഹു നമ്മുടെ മനസ്സിൽ നൽകുന്ന ഈ ശക്തി ജീവിതത്തിൽ ഇങ്ങനെയുള്ള ധൈര്യമായി പ്രകടിപ്പിക്കാൻ സാധിക്കണം. ആ നിലക്ക് ആലോചിച്ച് നോക്കൂ. വിശ്വാസം ഉറപ്പിച്ചേർത്തുകൊണ്ട് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ശ്രദ്ധിച്ചില്ലേ? റൌഫ് മൗലവി വളരെ കൃത്യമായി പറഞ്ഞു സിഹ്റിനെ കുറിച്ച്. സിഹ്റ് ഫലിക്കുമെന്ന് പറയുന്നവർ അതിന്റെ ആളുകൾ ഒരു ഇന്റർവ്യൂവിന് തയ്യാറാവണമെന്നാ. സിഹ്റ് ചെയ്തു കാണിച്ചു തരട്ടെ എന്ന്. അവർ ഫലിപ്പിക്കട്ടെ, 100 കണക്കിന് ആളുകൾ ഹാജരാക്കി തരാം. സാധിക്കുമോ? ആരെങ്കിലും തയ്യാറാവുമോ? ഈ ഫലിക്കുമെന്ന് പറയുന്ന സക്കരിയ സനായി വാപ്പാനിമ്മനെയൊക്കെ പറയണോ? നേരത്തെ നിങ്ങൾ കേട്ടു, അവന്റെ വാപ്പ എന്നതാണിത്. നീജൻ ശംസുദ്ദീൻ പാലക്കോടെന്ന KPS ഫാറൂഖി നീജൻ. ഇത്രയൊക്കെ ബുദ്ധിമുട്ടാവണോ? ചെയ്തുകൂടെ ഒരു സിഹ്റ്? അവിടെ തൊട്ടടുത്താണല്ലോ. കടവത്തൂർന്ന് വലിയ അകലൊന്നുമില്ല പാലക്കോടുക്ക്. രണ്ടാളും ഒരു ജില്ലയിലെ കോളേജിൽ. എന്നാ മൂപ്പർക്കെതിരെ ഒരു സിഹ്റ്, ഇതിന്റെ തന്ത്രമന്ത്രങ്ങളൊക്കെ അറിയുന്ന ആളെ വിളിച്ചെത്തിയിട്ട് ചെയ്താൽ പോരെ? ഇപ്പൊ സക്കരിയ തിരിച്ചു വയ്ക്കും, സിഹ്റ് ചെയ്തിട്ട് ഞങ്ങള് പിന്നെ സബുൽ മൂബിക്കാത്തിൽ പെടാൻ പോവുകയാണ്. മറുപടി ഉണ്ട്,
അങ്ങനെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നവരെ അത് ചെയ്തു കാണിക്കാൻ വേണ്ടി വെല്ലുവിളിക്കാന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അഅറാഫിലെ വചനങ്ങൾ എടുത്തു നോക്കുക നിങ്ങൾ. അവിടെ ഖുർആൻ വെല്ലുവിളിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ഫദ്ഉഹും ഫല്യസ്തജീബു ലക്കും, അള്ളാഹുവിനു പുറമെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുമെന്ന് നിങ്ങൾ വാദിക്കുന്ന ശക്തികളെ, വ്യക്തികളെ, ദിവ്യന്മാരെ, സിദ്ധന്മാരെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ നിങ്ങളൊന്ന് വിളിച്ചു പ്രാർത്ഥിക്കൂ, ഉത്തരം നൽകട്ടെ നിങ്ങൾക്ക് അവർന്ന്. എന്താ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്ക്. ശിർക്ക് ചെയ്യാൻ വേണ്ടി ഖുർആൻ വെല്ലുവിളിച്ചു, അതിന് ഫലമുണ്ട് നിങ്ങൾ കാണിച്ചു തരൂന്ന്. എന്താ അത് ഫലിക്കും, അത് യാഥാർത്ഥ്യമാണ്, ഉണ്ട് എന്ന് ബാധിച്ച വിഭാഗത്തോട് ഇൻകുന്തും സാദിഖീൻ, സത്യമാണെങ്കിൽ കൊണ്ടുവാ. ഖുർആന്റെ വെല്ലുവിളിയാ. ആ വെല്ലുവിളിയുടെ അതേ അർത്ഥത്തിൽ ഞങ്ങൾ സക്കരിയ വിഭാഗത്തിനോട്, സക്കരിയാക്കളോട്, അവരെ പിന്താങ്ങുന്ന ഖാദിരികളോട് വെല്ലുവിളിക്കുന്നു. ഇതാ ഹുസൈൻ മടവൂരിനെതിരെ സീർ ചെയ്താളി, സിപിക്കെതിരെ സീർ ചെയ്യൂ, പ്രസംഗിച്ച് നടക്കുന്ന ഞങ്ങൾക്കെതിരെ സീർ ചെയ്യൂ. വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റുമോ? മുബാഹല മാത്രമല്ലല്ലോ, ഇതും നടത്താൻ പറ്റും. വെല്ലുവിളി ചെയ്യേ, എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ കുഴഞ്ഞു വീഴട്ടെ, ബുദ്ധി നശിക്കട്ടെ. സാധ്യമല്ല, അതിന് യാതൊരു ഫലവുമില്ല എന്നതാ നേരത്തെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയോ ഇതിനിടയിൽ പിന്നീട് കാര്യമായി ഇയാൾ പറഞ്ഞിട്ടുള്ളത് എന്താ അറിയോ? മൂസാ നബിക്ക് സിഹ്ർ ഫലിച്ചു എന്നാ പറഞ്ഞിട്ടുള്ളത്. മൂസാ നബിക്ക് സിഹ്ർ ഫലിച്ചിട്ടുണ്ടോ? എന്താ വസ്തുത? ഒന്ന് വായിച്ചു കേട്ടോക്കൂ നിങ്ങൾ. ചില വിജയങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. മൂസാ നബിന്റെ അടുത്ത് തന്നെ കുറച്ച് വിജയം കിട്ടിയില്ലേ സാഹിര്യങ്ങൾക്ക്, അല്ലേ? അവർ വടികളും കയറുകളും നിലത്തിട്ടു, അത് എഴിയുന്നതായി മൂസാ നബിക്ക് തോന്നലുണ്ടായി. സാധാരണ ഒരാൾക്കല്ല, ഒരു നബിക്കാണ്. ഹേയ് യുഖയ്യലു ഇലൈഹി ബിസിഹ്രിഹിം, അവരെ സിഹിറുകൾ കൊണ്ട് ഇദ്ദേഹത്തിന് തോന്നിക്കപ്പെട്ടു. അന്നഹാ തസ്ആ, അവരെ വടികളും കയറുകളും എഴയുന്നതായി. യഥാർത്ഥത്തിൽ അതളകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒരു നബിയുടെ മനസ്സിൽ തോന്നലുണ്ടാക്കിയത് മാത്രല്ല, അദ്ദേഹം പേടിച്ചു എന്നാ ഖുർആൻ പറയുന്നത്. പടച്ചോനെ, എന്റെ വടി മാത്രമല്ല ഇതുവരെ പാമ്പാകണ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ ഇവരത് ഞാൻ ജയിക്കൂലേ? ഫൗജസ ഫീ നഫ്സിഹി ഖീഫത മൂസാ, മൂസാ നബിയുടെ മനസ്സിൽ പേടി തോന്നി. അപ്പൊ അള്ളാഹു പറഞ്ഞു, മൂസയെ പേടിക്കണ്ട, നീ ആ കയ്യിലുള്ള വടിയും കിട്ടോ, അവരുടെ കൃത്രിമ ജീവികളൊക്കെ അത് വിഴുങ്ങിക്കൊള്ളും. അള്ളാഹ് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് ധൈര്യം കിട്ടിയത്, അല്ലേ? അപ്പൊ സിഹിറിന് ചിലയിടത്തൊക്കെ ചില ഫലങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പരലോകത്തവും വിജയിക്കൂല എന്നാ അള്ളാഹ് പറയണത്. മടവൂരി എന്താക്കി? ഈ ലോകത്തൊരു വിജയം അവന് കിട്ടൂല. ചില വിജയങ്ങളൊക്കെ അവന് കിട്ടും, ചെന്നയിടത്തൊക്കെ അവൻ വിജയിക്കുകയില്ല. ചിലയിടത്തൊക്കെ ചില വിജയങ്ങളൊക്കെ ഇവിടെ കിട്ടിയേക്കാം, പരലോകത്ത് അവൻ ഒരിക്കലും വിജയിക്കുകയില്ല. അതാണ് ആയത്തിന്റെ ഉദ്ദേശം. ശ്രദ്ധിച്ചില്ല നിങ്ങൾ? സൂറത്തു ത്വാഹയിലെ 66 മുതലുള്ള വചനങ്ങളാണ് ഇയാൾ ദുർവ്യാഖ്യാനം നടത്തിയിട്ടുള്ളത്. മൂസാ നബിക്ക് സിഹ്ർ ഫലിച്ചു. എന്താ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? ഖാല ബൽ അൽഖു ഫൈദാ ഹിബാലുഹും വഅസിയും യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇട്ടുകൊള്ളുക. അങ്ങനെ അവർ ഇടുകയും ചെയ്തു. അപ്പോഴേക്കതാ അവരുടെ കയറുകളും വടികളും അവരുടെ ജാലവിദ്യ നിമിത്തം അവ ഓടുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോകുന്നു. എന്നിട്ടാണ് നേരത്തെ നമ്മൾ വിശദീകരിച്ച ഭാഗം സൂറത്തു ത്വാഹയില് അമാനി മൗലവി വിശദീകരിച്ചത്. എന്നിട്ടോ ഫൗജസ ഫീ നഫ്സിഹി ഖീഫത്തൻ മൂസ, അതിനാൽ മൂസാക്ക് തന്റെ മനസ്സിൽ ഒരു പേടി തോന്നി. ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ, നാം അല്ലാഹു പറഞ്ഞു, പേടിക്കേണ്ട, നിശ്ചയമായും നീ തന്നെയാണ് മേലെയാകുന്നവൻ. നോക്കൂ, നീ തന്നെയാണ് മേലെയാകുന്നവൻ. വൽഖി മാ ഫീ യമീനിക തൽഖഫു മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിരിൻ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. നിന്റെ വലം കൈയിലുള്ളത് വടി നീ ഇട്ടുകൊള്ളുക, അവർ പ്രവർത്തിച്ചുണ്ടാക്കിയത് അത് വിഴുങ്ങിക്കൊള്ളും. നിശ്ചയമായും അവർ ഉണ്ടാക്കിയത് വെറും ജാലവിദ്യക്കാരുടെ തന്ത്രമാകുന്നു. നോക്കൂ നിങ്ങൾ, ജാലവിദ്യക്കാരുടെ തന്ത്രമാകുന്നു. കേട്ടോ, ജാലവിദ്യക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല. അമാനി മൗലവി സക്കരിയ എന്താ അതിന് മറുപടി പറഞ്ഞ്? ചെന്നിടത്തൊക്കെ വിജയിക്കൂല എന്നാണ് അർത്ഥം. ദുനിയാവിന് പരലോകത്തിൽ വിജയിക്കൂല എന്നാണ് അർത്ഥം. സക്കരിയ പറഞ്ഞ അർത്ഥം. ഖുർആൻ എന്താ പറഞ്ഞത്? അമാനി മൗലവി കൃത്യമായി എഴുതി വെച്ചു, ജാലവിദ്യക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല. ഇതാ വസ്തുത. സൂറത്തു നംലിന്റെ മുമ്പ് താഹയിലെ 65 മുതലുള്ള വചനങ്ങളിൽ അമാനി വിശദീകരിച്ചു, സിഹിറിന് യാതൊരു ഫലൂല്ല. ഇനി മൂസാ നബിക്ക് തോന്നലുണ്ടാക്കി എന്ന് പറയുന്ന സിഹിർ ഏതാ? അതേതാ? ഇവര് പറഞ്ഞ കാര്യകാരണ ബന്ധത്തിന് അതീതമായി മഞ്ഞപ്പൊടിയും കോഴിത്തലും തെച്ചിപ്പൂവും കരിക്കിൽ അലിഫും പാവും തല തിരിച്ചു മറിച്ചു എഴുതി കൊണ്ടേട്ടാ ഫലിക്കുന്ന സിഹിറാണോ അത്? അല്ല, ഇതാണ് ജാലവിദ്യ.
അമാനി മൗലവി നേരത്തെ വിശദീകരിച്ചു, അത് പഠിച്ചെടുക്കാവുന്നതാണ് എന്ന് നേരത്തെ